നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗോതമ്പ് മാവ് വെച്ച് ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഗോതമ്പ് മാവ് എടുക്കുക, ശകലം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ തിളച്ച വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്കൊന്ന് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ അയച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് ഓരോ ബോളുകളാക്കിയിട്ട് വാഴയില വെച്ച് പരത്തിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കത് മടക്കി നമുക്കത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമുക്ക് തുറുവൊക്കെ നിറച്ചിങ്ങനെ കൊടുക്കാം. നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വാഴയില മടക്കിയെടുക്കാം. ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ കുഴിച്ചിലപ്പം ഉണ്ടാക്കുന്ന ചട്ടിക്കകത്താണ്, അങ്ങനെയും പറയും. പിന്നെ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അതായത് തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉരുട്ടി ഉണ്ടാക്കുന്ന ചട്ടിയെന്നും പറയും, ഉരുട്ടിച്ചട്ടി എന്നും പറയും. ആ ചട്ടിക്കകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ചൂടായതിന് ശേഷം നമ്മൾ ഈ ശരിയാക്കിയ ഓട്ടട അതിനകത്തേക്കിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആ ചട്ടി. നിങ്ങൾ ഓരോരുത്തരുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സ്ഥലത്ത് കുഴിച്ചിലപ്പം ഉണ്ടാക്കുന്ന ചട്ടി എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇത് ഉരുട്ടിച്ചട്ടി എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ഈ ചട്ടിയുടെ പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓട്ടട രണ്ട് സൈഡും തിരിച്ചും മറിച്ചുവിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊളിച്ച് വെന്ത് ഇത് നമ്മൾ കാണിച്ചു തരാവേ. പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഇലയെല്ലാം നമുക്കതിൽ നിന്ന് പറിച്ച് കളയാം. ഇപ്പം നമ്മുടെ ഓട്ടട ശരിയായിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ.